മൂകാംബികയിൽ വന്നാൽ കുടജാത്രിയിലെ സർവജ്ഞപീഠം കാണാതെ മടങ്ങുന്നത് എങ്ങനെയല്ലേ? സിനിമയിലും റീലിലും കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കാണാൻ പോകുന്ന ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾ. ദേവിയെ തൊഴുത് കഴിഞ്ഞ് ഉടൻ തന്നെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് കേട്ടോ കരുതിയേ. പക്ഷെ പ്ലാനൊക്കെ തെറ്റിപ്പോയിട്ട് തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന സമയം. പിന്നെ കുടജാത്രി പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ ജീപ്പുണ്ട് പിന്നെ ഇല്ല എന്നറിയാൻ പറ്റി. അപ്പം ഏട്ടൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് പോവുക, സാരി ഒന്നും കുഴപ്പമില്ല. ദേ അങ്ങനെ ബാഗും കുട്ടീനെയും കാര്യമായിട്ടൊന്നും കരുതിയില്ല കേട്ടോ കയ്യിൽ. അതൊക്കെ താങ്ങി പിടിച്ച് വേഗം ജീപ്പ് പിടിക്കാൻ ഓടി കേട്ടോ. അവരിത് 8 പേരെ ഒപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ എത്തിയപ്പം ഗ്യാങ് സെറ്റായി. ദേ നല്ല പിള്ളേരായിരുന്നു കേട്ടോ, 3 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, നല്ല കമ്പനിയായ കുട്ടികൾ. പിന്നെ കൂടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നേ. ആ ചേട്ടനെ കിട്ടിയതും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ 18ാം വയസ്സിൽ മൂകാംബികയിൽ വരാൻ തുടങ്ങിയതാട്ടോ. എല്ലാ മാസത്തിലും 3 തവണയെങ്കിലും വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും അവിടെ നിന്ന് അറിയാൻ പറ്റിയ യാത്രയിൽ. ഇനി ജീപ്പിലെ യാത്ര എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് ശരിക്കും സാഹസികം തന്നെ കേട്ടോ. ഭയങ്കര പേടിയൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയൊരു ഇങ്ങനൊരു ഇതിലൂടെയൊക്കെ യാത്ര ചെയ്താൽ ശരിക്കും പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചെന്നെ അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോവാത്തുണ്ടെങ്കിൽ ഒന്ന് കുടജാത്രി കയറിയിട്ട് വാട്ടോ. ഇത് ജീപ്പ് ഞങ്ങളൊരു സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ കയറിയിട്ട് വേണം നമുക്ക് സർവജ്ഞ പീഠത്തിന് അങ്ങോട്ട് എത്താൻ കേട്ടോ. ഇനി ആ കയറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതത്ര സുഖകരമൊന്നുമല്ല കേട്ടോ. കാരണം സാരിയും കുട്ടിയും ബാഗും പോരാത്തിന് നല്ല വെയിലും കയ്യിൽ വെള്ളവും കുറവ്. ഇനി എന്ത് വേണമല്ലേ? പാതി വഴിയിൽ വെച്ച് സത്യം പറഞ്ഞാൽ ഞാൻ നിർത്താന്ന് കരുതി. ഏട്ടൻ മതിയൊക്കെ തിരികെ കഴിയൂല എന്നാണ്. കാരണം മുകളിലേക്ക് നോക്കുമ്പോൾ അത് അവസാനിക്കുന്നില്ലേ, കുന്നും കയറ്റും കല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു പേടി തോന്നിട്ടോ. അപ്പോഴാണ് ഒരു പ്രായമായിട്ടുള്ള ഒരു അങ്കിൾ ആൻറ്റി ഇങ്ങനെ അവരവിടെ തൊഴുത് തിരിച്ചിറങ്ങി വരിക കേട്ടോ. അപ്പം ഞാൻ തളർന്നിരിക്കേണ്ട മോളെ ഞങ്ങളൊക്കെ പോയി വന്നില്ല, ഇനി കുറച്ചേ ഉള്ളൂ പറ്റും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടോ. ഒരു ചെറിയ പറ്റിക്കലായിരുന്നു കേട്ടോ അത്. കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇനി കുറച്ചധികം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഒരു വാക്ക് ശരിക്കും ഒരു പ്രചോദനമായി തോന്നിട്ടോ. ആ വാക്കിൽ മുറുകെ പിടിച്ചിട്ട് തന്നെ ഞാൻ പിന്നെ അങ്ങ് കയറി. ശരിക്കും മുകളിൽ കാത്തിരുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ശങ്കരാചാര്യ തപസ്സിരുന്ന അറിവിൻ്റെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന സർവജ്ഞപീഠം. മുകളിലെത്തിയപ്പോൾ എല്ലാ ക്ഷീണവും പോയി എന്ന് തന്നെ പറയാം കേട്ടോ. ആ കല്ലുകളിലൊക്കെ തൊട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു അനുഭൂതി, അവിടെ ഇരുന്ന് കണ്ണുകളടച്ച് കുറച്ച് നേരം ധ്യാനിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. നമ്മളെ തഴുകിയുണർത്തുന്ന കാറ്റുകൾക്കും ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഒരു വല്ലാത്ത എനർജി തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയാം. വാക്കുകളിലും അതീതമായ എന്തോ ഒന്ന്. കയറ്റം പോലെ കാഠിന്യമില്ലായിരുന്നു കേട്ടോ ഇറക്കത്തിന്. സന്തോഷത്തോടെയുള്ള മടക്കം. ഇനിയും പോകണമെന്ന് മനസ്സാഗ്രഹിക്കുന്നു. ഇനി അടുത്ത യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അറിയോ? അതിരാവിലെ ഇറങ്ങിയാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഡ്രസ്സ് അത് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. ആവശ്യത്തിന് വെള്ളം സ്നാക്സൊക്കെ കരുതിയാൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.